ഉദയശ്രീനടയിൽ ഉയരുമീ മലയിൽ ചിറകു വീശി ചിരികൾ പൂക്കും ഹൃദയമുണരുകയായി കസവുടുക്കും കനവുകൾ തൻ കവിതയല്ലോ ഗേഹം ശ്രീ തുളുമ്പി നീക്കും ഗമനിന്ദിരമം മകളധികമാനീ സരിഗരി നിരഗ ഗമമണി ഗമമണി നിജ ഗമമണി നിജ സരി ഗമമണി നിജ സരി പൂകൾ വിണ്ണിൽ വിണ്ണും രാവിൽ ഇളം പൂമാവിൻ തളിരുകൾ ചെല്ലം തുള്ളും രാവിൽ കളഭം എഴുകാനായി ഋതുക്കൾ പെയ്തിറങ്ങും കളിവീടിൻ കണിരൂപൻ വർണ്ണസ്വപ്നം കണ്ടു ഞാൻ പൊൻപീലിപ്പൂകൾ വിണ്ണിൽ വിണ്ണും രാവിൽ ഇളം പൂമാവിൻ തളിരുകൾ ചെല്ലം തുള്ളും രാവിൽ കൊത്തമ്പാലരി പെറുക്കി കുന്തിമണികൾ കിളുക്കി മണ്ണപ്പം ഒരുക്കി വച്ചു ചെപ്പുകളും പന്തുമാടി മണിമുകിൽ മാനുകൾ തൻ കൊമ്പുകൾ തേടിയേതോ അണിയം പൂവനത്തിൽ രാവുകൾ ഞാനലഞ്ഞു പൊൻപീലിപ്പൂകൾ വിണ്ണിൽ മിന്നും രാവിൽ ഇളം പൂമാവിൻ തളിരുകൾ ചെല്ലം തുള്ളും രാവിൽ കൊത്തങ്കല്ലുകൾ നിരത്തി മണിത്തിരയോരങ്ങളിൽ മണ്ണുകൊണ്ടു വീടൊരുക്കി ചിപ്പിമാലകൾ കൊരുത്തു കസവിൻ്റെ മുണ്ടുമായി
പൊൻപീലി പൂവുകൾ വിണ്ണിൽ വിണ്ണുണ്ടാവിൽ ഇളം പൂമാവിൻ തളിരുകൾ ചെല്ലം തുള്ളും രാവിൽ കളഭം മെഴുകാനായി ഋതുക്കൾ പെയ്തിറങ്ങും കളിവീടിൻ കണിരൂപം വർണ്ണസ്വപ്നം കണ്ടു. 60 ലിങ്സ്. ഇവിടെ ആകുമ്പോ കിഴക്കിനൊരു മുഖം കിട്ടും. അതെന്തുകൊണ്ടും ഐശ്വര്യ. കീഴ്പ്പാടത്ത് ഭഗവതി നേരെ നോക്കി നിൽക്കുമ്പോഴാ ഭൂമിയുടെ കിടപ്പ്. കിട്ടുകണേത് പറഞ്ഞു. മൂത്താശ്ശേരിയെ വിളിപ്പിച്ച് കുറ്റിയടിപ്പിച്ചതിന് ശേഷമേ പടി തുടങ്ങാൻ പാടുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. എന്നാലും എഞ്ചിനീയറോട് ചോദിച്ചിട്ടാവാം. കേരളമനാശാരിയല്ലേ ചോദിക്കണം. നമ്മുടെ തറവാടിന്റെ കുറ്റിയടിച്ചു അങ്ങനെയല്ല. പുതിയ എഞ്ചിനീയറിംഗ് ഒരു കരുത്ത് നല്ല തന്നെ. പക്ഷേ പഴയ കൈക്കണക്ക് നമുക്ക് തള്ളിക്കളയാനും പാടില്ല എന്നാ പ്രമാണം. അതായത് ഭൂമിപ്പൊരുത്തങ്ങൾ അനുസരിച്ച് കൈക്കണക്കിൽ നോക്കി ഗൃഹം പണിഞ്ഞില്ലെങ്കിൽ കുലനാശം എന്ന പഴയ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ് സാർ? ഇത് 60 ലിങ്സ്. അപ്പൊ ഇതോ? ഇത് 50 ലിങ്സ്. നീ എവിടേക്കായി നട്ടുച്ച വെയിലത്ത്? പുതിയങ്കര വരെ പോകണം. ഞാൻ പറയാറില്ലേ എന്നോട് ജോലി ചെയ്യുന്ന ഗംഗാധരനെ പറ്റി. ഗംഗന്റെ വീട്ടിൽ കൊടുക്കാൻ കുറച്ച് സാധനങ്ങൾ തന്നയച്ചിരുന്നു. ഇച്ചിരി വെയിൽ അറിയിട്ട് പോയാ പോരാ മോനെ. വൈകുന്നേരം ആ എഞ്ചിനീയറെ കാണാനുള്ള. ശരി, പോയിട്ട് വരാം. ഉണ്ണിയല്ലേ? അതെ. ഗംഗേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന. ഇത്ര പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു? എത്ര ഫോട്ടോകൾ കണ്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് അബുദാബിക്ക് പോകുമ്പോഴായിരുന്നു ഗംഗന്റെ ആലോചന. കല്യാണ സമയത്ത് അബുദാബിയിലായിരുന്നു. എങ്കിലും കണ്ടിട്ടുണ്ട്. മോൾക്ക് എത്ര വയസ്സായി? 1.5 വയസ്സ് കഴിഞ്ഞു. ഗംഗൻ എപ്പോഴും പറയും ഇവളെ നേരിട്ട് കാണാത്തിന്റെ ദുഃഖത്തിലാ മോളെ. വീടിന്റെ പാല് കാച്ചി അടുത്ത മാസം നടത്തണമെന്ന് നിശ്ചയിച്ചിരിക്കണേ. ഗംഗേട്ടൻ അപ്പോഴേക്കും വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ തന്നെ പറഞ്ഞത്. ഞങ്ങളുടെ വീട് പണി ഇത്തിരി നീണ്ടുപോയത് ഒരു കണക്കിന് നന്നായി. ഗൃഹപ്രവേശത്തിന് ഗംഗേട്ടൻ ഇങ്ങ് എത്താൻ പറ്റുമല്ലോ. ഇത് ഗംഗൻ തന്നയച്ചതാ. അച്ഛനമ്മയില്ല ഇവിടെ? അച്ഛൻ പെൻഷന്റെ കാര്യത്തിന് ട്രഷറി പോയിരിക്കുക. അമ്മ അപ്പുറത്ത് വീട് പണി നടക്കും. വരൂ. ഇതാണ് സ്ഥലം അല്ലേ? വരൂ. വാങ്ങിയിട്ടിപ്പോ 1.5 കൊല്ലമായി. വരൂ. വാങ്ങിയിട്ടിപ്പോ 1.5 കൊല്ലമായി. എങ്കിലും നല്ല വില കൊടുക്കേണ്ടി വന്നു. അപ്പോ ഇത് എത്ര സെന്റാന്നാ പറഞ്ഞേ? പ്രമാണത്തില് 6 സെന്റാ. വഴിക്കായിട്ട് ഒരു 1/2 സെന്റ് പോയിട്ടുണ്ടാവും. നമുക്കത് അളന്നോക്കി തീരുമാനിക്കാം. ഉണ്ണിയുടെ വാക്ക് ഞങ്ങൾക്ക് വിശ്വാസമാ അല്ലേ? നമുക്കിപ്പൊ തന്നെ അത് ഉറപ്പിച്ചേക്കാം അല്ലേ? സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനാ? അതൊക്കെ വിൻസെന്റ് സാറുമായിട്ട് ആലോചിച്ച് ചെയ്താൽ മതി. യെസ് യെസ്. നാട്ടു നടപ്പുള്ള വില എന്താന്ന് നമുക്ക് ആലോചിക്കാം. ഓൺലി തിങ്, ഇഷ്ടമായെങ്കിൽ രജിസ്ട്രേഷൻ നാളെ തന്നെ നടത്തണം. മുഴുവൻ ക്യാഷും ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുകയും വേണം. അത് തന്നെയാ എന്റെ പ്രശ്നം. വീട് പണി എത്രയും വേഗം തുടങ്ങണം. എനിക്ക് മോളുടെ മാരേജ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണേ. അവൾക്ക് കൊടുക്കാനുള്ള വീട്. യെസ്, എനിക്കിപ്പോ കെട്ടിപ്പോക്കാൻ 2 വീട്. 2 ഡ്രീം പ്രോജക്ട്സ് വിത്തിൻ എ ഷോർട്ട് സ്പേസ് ഓഫ് ഡേയ്സ്. നമുക്ക് മടങ്ങാം. ഓഫീസിൽ വെച്ചാവാം മറ്റു കാര്യങ്ങള്. ഓക്കെ. എല്ലാം നേരെയായി വരാന്ന് കരുതിയാ മതി. അല്ലാതെ എത്ര പെട്ടെന്ന് എല്ലാം ഒത്തുവരാന്ന് വെച്ചാല്. നാളെ തന്നെ രജിസ്ട്രേഷൻ നടത്തി ക്യാഷ് തരാന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാനും അന്താളിച്ചു പോയി.
എല്ലാം വിൻസെന്റ് സാറിന്റെ ഒറ്റ ശ്രമോ. ദൈവം ആ മനുഷ്യനെ നമുക്ക് കാണിച്ചു തന്നത്. നിന്റെ അമ്മാവനും അമ്മായും വന്നപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും സുമിത്രയുടെ കാര്യ. ഇവളുടെ ജാതകം മേടിച്ച ഏട്ടൻ പൊരിക്കണത്. ഈ അമ്മയ്ക്ക് ശരിക്കും വട്ട് തന്നെയാ. നമ്മുടെ സമയമൊക്കെ ശരിയായി വരണ ചേച്ചി. ആദ്യം ചേച്ചിയുടെ കല്യാണം, പിന്നെ എന്റേതും. അതേപ്പറ്റി അമ്മാവൻ ഒന്നും പറഞ്ഞില്ല അമ്മേ. പോടാ, നിന്റെ കാര്യം ഞങ്ങൾ ആലോചിച്ചോളാം. ചെക്കൻ്റെ ഒരു ആകാംക്ഷയും. സുമിത്രയുടെ കാര്യം ഒത്തു വന്നാല് ഒന്നിച്ച് തന്നെ നടത്തണം ഉണ്ണിയുടെയും. ഇതങ്ങനെ വച്ചു നീട്ടേണ്ട കാര്യമൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അത് ശരിയാ. ഒടുവിൽ സ്ഥലവും കൊടുത്ത് ചേച്ചിയുടെ കല്യാണവും നടത്തി കൊടുത്ത് ഇതെല്ലാം കഴിയുമ്പം നമ്മുടെ പെണ്ണിനെ വേണ്ടതോ മറ്റോ പറഞ്ഞാലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൻ നല്ലവനാ, ഗുരുത്വമുള്ളവനാ. അല്ല, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചെന്നേ ഉള്ളൂ. സത്യത്തിൽ മാധവി ചേച്ചി എന്നോട് പറഞ്ഞു അവന് അവളെ വലിയ കാര്യമാണെന്ന്. ഈ ബന്ധത്തിന് അവന് ഇഷ്ടമാണെന്ന് സൂചിപ്പിച്ചു അത്രേ. നമ്മളുടെ മോളുടെ ഒരു ഭാഗ്യേ. എനിക്കെന്തോ ആകെ പേടി തോന്നടി. അച്ഛനും അമ്മയും ഒക്കെ തീരുമാനിച്ച മട്ടാ. നിനക്ക് ഉണ്ണിയേട്ടനെ കണ്ട് കാര്യം അങ്ങ് പറഞ്ഞൂടെ? എങ്ങനെയാ അവതരിപ്പിക്കാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അത് മാത്രല്ല, ഉണ്ണിയേട്ടന്റെ പ്രതികരണം എന്താണെന്നും അറിഞ്ഞൂടല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. ആട്ടെ, നിന്റെ ആളെയും കണ്ടിട്ട് 1-2 ദിവസമായല്ലോ. ഓരോരോ തിരക്കായിട്ട് ഓടി നടക്കുകയായിരിക്കും. എന്തായാലും നാളെ ഒന്ന് ചെന്ന് കാണണം. ഉണ്ണിയുടെ അമ്മാവൻ പറഞ്ഞതും ശരി തന്നെ. സെന്റിന് 50,000 രൂപ അവിടെ വിലയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഭൂമിയുടെ വിലയൊക്കെ അങ്ങ് താണില്ലേ. മാത്രമല്ല, ആവശ്യക്കാർ നമ്മളായതുകൊണ്ട് ചെറിയൊരു കോംപ്രമൈസ്. അതുകൊണ്ട് 40-ന് ഞാനങ്ങ് ഉറപ്പിച്ചു. ഏതായാലും രജിസ്ട്രേഷന് വേണ്ട പേപ്പർ തയ്യാറാക്കാൻ ഞാൻ സലാഹുദ്ദീൻ സാഹിബിനോട് പറഞ്ഞിരിക്കുക. അല്ല കുട്ടപ്പായി, എന്തോ ഉണ്ണി വന്നിട്ട് നേരെ ഒത്തിരി ആയില്ലേ? ഒരു ചായ കൊണ്ടുവന്ന് കൊടുത്തോ താൻ? ഇതെപ്പോ കൊണ്ടുവരാം. ചായ ഒന്നും വേണമെന്നില്ലായിരുന്നു. സാരമില്ലടോ. പിന്നെ ആ സലാഹുദ്ദീൻ സാഹിബിനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ച് ഉടൻ തന്നെ പണി തുടങ്ങിക്കണം. പ്ലാൻ അപ്രൂവലിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ പുള്ളി തന്നെ ഏറ്റെടുത്തോളും. ഓ, പിന്നെ ഉണ്ണിയുടെ ഇവിടുത്തെ NRI അക്കൗണ്ടില് 5,12,000 രൂപയുണ്ട്. സ്ഥലം വിറ്റതൊക്കെ ചേർത്ത് നമുക്ക് വീടിന് ഒരു 10 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാം അല്ലേ? 2 ലക്ഷം നമുക്കൊരു NRI ലോൺ തരപ്പെടുത്താൻ നോക്കാം. അത്രയും വലിയൊരു വീട് വേണോ സാർ? 10 ലക്ഷം എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ എന്താ വിചാരിച്ചേ? സ്ക്വയർ ഫുട്ടിന് 400-450 രൂപ വെച്ചാൽ എത്ര സ്ക്വയർ ഫീറ്റ് കാണുമെന്നാ വിചാരം? സാർ എല്ലാ കാര്യവും നോക്കിക്കൊള്ളണം. ഓഫ് കോഴ്സ്, അതിനല്ലേ ഞാൻ സാഹിബിനെ ഏർപ്പാടാക്കി തന്നിരിക്കുന്നത്. പിന്നെ സാഹിബിന് ഇന്ന് തന്നെ 2 ലക്ഷം അഡ്വാൻസ് കൊടുത്തേക്കണം. ഓ, രജിസ്ട്രേഷൻ കഴിയുമ്പോൾ കിട്ടുന്ന കാശ് അങ്ങ് കൊടുത്താൽ മതി. എനിക്ക് ഈ ഇടപാടത്ര പിടിയില്ല. എല്ലാം സാറിന്റെ വിശ്വാസം പോലെ. ഉണ്ടടോ, ഞങ്ങളൊക്കെ തന്റെ കൂടെ അല്ലേ കുട്ടപ്പായി? താൻ ചായ കുടിക്ക്. ശ്രീദേവി പറയുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലാത്തോണ്ടല്ല. പക്ഷെ ഞാനത് എങ്ങനെ ഉണ്ണിയോട് പറയണേ? നമ്മൾ തമ്മിൽ ഈ ബന്ധം ഇല്ലായിരുന്നെങ്കിൽ തന്നെയും എനിക്കിത് സമ്മതിക്കാൻ പറ്റില്ലായിരുന്നു. കൊച്ചുനാൾ മുതലേ എനിക്കില്ലാതെ പോയ ഒരേട്ടന്റെ സ്ഥാന ഞാൻ ഉണ്ണിയേട്ടന് കൊടുത്തിരുന്നത്. ഇതിപ്പോ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ? നമ്മളാരും വിചാരിക്കാത്ത പോലെയല്ലേ കാര്യങ്ങളാக മാറിയിക്കണേ. നിന്റെ അച്ഛനും അമ്മ ഉണ്ണിയുടെ ഗൾഫ്രണ്ട് കണ്ട് മോഹിച്ചു പോയില്ലേ? അവര് തമ്മിലുള്ള പിണക്കൊക്കെ തീരുന്ന ആരാ കരുതിയേ? ഞാൻ തന്നെ പറയായിരുന്നു ഉണ്ണിയേട്ടനോട് നമ്മുടെ കാര്യം. പക്ഷേ ഇത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടും കൃഷ്ണൻകുട്ടിയേട്ടൻ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ഉണ്ണിയേട്ടൻ കരുതിയ എന്ത് ചെയ്യും? നീ പറയണൊക്കെ ശരിയാ. പക്ഷേ ഇവിടെ വെച്ച് എങ്ങനെ ഞാൻ പറയണേ? എനിക്കൊരൊത്തും പിടി കിട്ടണില്ല. പ്രേമത്തിന് ഇത്രയും കടുത്ത നീറ്റിലുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലാകണേ. നീറ്റിൽ തുടങ്ങണേയുള്ളൂ, സഹിച്ചേ മതിയാവൂ. ഉണ്ണി, എലിയെ പേടി ചില്ലം ചുടുവാന്ന് കേട്ടിട്ടുണ്ട്. അതാ നടത്തുന്നേ. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്റെ ശല്യം ഭയന്നാ താൻ ആ പ്ലോട്ട് വിൽക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അതത്ര നല്ല നടപടിയല്ലെന്നാ ഞാൻ പറഞ്ഞതിനർത്ഥം. വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ? പിന്നെ അത് തന്റെ ശല്യം കാരണമാണോ അല്ലയോ? അത് ഞാൻ ആലോചിച്ചിട്ടില്ല.
ഉണ്ണികൃഷ്ണൻ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ആ ബാങ്ക് മാനേജർ മറ്റും ആളത്ര ശരിയല്ല. അവരുമായിട്ടുള്ള ഈ ഇടപാട് അത്ര നല്ലതല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഏതായാലും തന്റെ അത്രയും മോശക്കാരാണ് അവരെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഉപദേശകം വന്നിരിക്കുന്നു.